Hello everyone, welcome to V&S Coding Labs. നമ്മൾ ഇന്നത്തെ സെഷൻ വഴി ഒരു ഇൻറ്റീജർ വേരിയബിൾ യൂസ് ചെയ്ത് കുറച്ച് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്നു. പിന്നെ ആ ഇൻറ്റീജർ വേരിയബിളിലോട്ട് നമുക്ക് കീബോർഡ് വഴി എങ്ങനെ വാല്യൂസിനെ എൻ്റർ ചെയ്യാമെന്നും പിന്നെ എങ്ങനെ നമുക്ക് പ്രോഗ്രാം ഡീബഗ് ചെയ്യാമെന്നും ഒക്കെ നമുക്ക് നോക്കാം ഒരു പ്രോഗ്രാം വഴി. സോ അതിനായിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ 3 വേരിയബിൾ എടുക്കുകയാണ്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടിയാണ് ഞാൻ ഈ 3 വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്ത് അതിനെ ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. നമ്മൾ വെറുതെ ഒരു വേരിയബിളിൽ ഡിക്ലെയർ ചെയ്താലുള്ള കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഗാർബേജ് വാല്യൂസ് അല്ലെങ്കിൽ ജങ്ക് വാല്യൂസ് ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു വാല്യൂ ആയിരിക്കും അതിലുള്ളാവുന്നത്. അപ്പോൾ നമ്മൾ ആക്സിഡൻ്റ് യൂസ് ചെയ്താലും ഈ വാല്യൂ വരുന്നത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. ഇനി നമ്മൾ സി ഔട്ട് പോലെ തന്നെ സി ഇൻ എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റും ഉണ്ട്. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്താണ് നമ്മൾ കീബോർഡിൽ നിന്ന് വാല്യൂസിനെ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലുള്ള വാല്യൂസിനെ നമുക്ക് സി ഇൻ വഴി ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പ്രോംപ്റ്റിൽ വരുമ്പോഴത്തേക്കും ഈ എൻ്റർ ദി ഫസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്ത് വരും. അത് കഴിഞ്ഞ് അത് വെയിറ്റ് ചെയ്യും നമ്മൾ കീബോർഡിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ സി ഇൻ എന്ന് പറഞ്ഞ് കൊടുത്ത് അതിന് വെയിറ്റ് ചെയ്യും. നമ്മളപ്പോൾ നമ്മുടെ ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഒരു വാല്യൂ എൻ്റർ ചെയ്യാം. അപ്പം ഞാനിവിടെ എന്നാ ചെയ്യാൻ പോകുന്നത്, ബേസിക്കലി ഇപ്പം ഞാൻ ആദ്യത്തെ പ്രോഗ്രാമിൽ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വേരിയബിളുണ്ട്. ആ 2 വേരിയബിളിനെയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മൂന്നാമത്തെ വേരിയബിളായ ഐ റിസൾട്ട് വേരിയബിളിലോട്ട് നമ്മൾ അസൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ ഇവിടെ 2 വേരിയബിൾ നമ്മൾ നമ്മുടെ കൺസോൾ വഴി നമ്മൾ എൻ്റർ ചെയ്തെടുക്കും. കീബോർഡ് വഴി നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. നമുക്ക് വേണ്ട ഇഷ്ടമുള്ള നമ്പറുകൾ നമ്മൾ കൊടുക്കും. അപ്പോൾ നമ്മൾ ഇനി അഡീഷൻ എങ്ങനെയാണെന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷനൊക്കെ നമ്മൾ സാധാരണ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പോലെ തന്നെ നമ്മുടെ കീബോർഡിലെ പ്ലസ് ഓപ്പറേറ്റർ നമ്മുടെ 2 വേരിയബിളിലോട്ട് കൊടുക്കുക. അപ്പോൾ ഈ നമ്മൾ അസൈൻ ചെയ്യുന്ന വേരിയബിളിനെ ലെഫ്റ്റ് സൈഡിൽ എഴുതുക. അതായത് ഐ റിസൾട്ട് വേരിയബിൾ ഈക്വൽ ടു ഐ ഫസ്റ്റ് വേരിയബിൾ പ്ലസ് ഐ സെക്കൻഡ് വേരിയബിൾ. അപ്പം നമ്മൾ ആദ്യത്തെ 2 വാല്യൂവിൽ നിന്ന് ആദ്യത്തെ 2 വാല്യൂവിനെ നമ്മളിപ്പോൾ ഒരു 2 എന്നോ 3 എന്നോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 2 + 3 ഈക്വൽ ടു 5 എന്നുള്ള വാല്യൂ ഇതിലോട്ട് എടുക്കും. സോ നമുക്ക് ഈ വാല്യൂ നമുക്കിനി പ്രിൻ്റ് ചെയ്തും കൂടെ നോക്കാം. കാരണം നമുക്ക് ഈ ചെയ്യുന്ന ഓപ്പറേഷൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ പ്രിൻ്റ് ചെയ്ത് നോക്കുന്നത്. ഇതൊരു മെത്തേഡാണ്. നമുക്ക് നമ്മൾ ചെയ്ത ഓപ്പറേഷൻസൊക്കെ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളിനെയൊക്കെ നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അതേപോലെ നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡീബഗ് ചെയ്ത് നമുക്ക് നോക്കാം നമ്മുടെ വേരിയബിളിലെ വാല്യൂസ് എന്താണെന്നൊക്കെ ഉള്ളു. അത് നമുക്ക് കാണാം. നമുക്ക് ആദ്യം നമ്മുടെ ഈ പ്രോഗ്രാം ഒന്ന് ബിൽഡ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് 2 വാല്യൂസ് എൻ്റർ ചെയ്ത് അതിന് കറക്റ്റാണോ അഡീഷൻ നടക്കുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ റൺ ചെയ്യാൻ പോവാണ്. എൻ്റർ ദി ഫസ്റ്റ് നമ്പർ എന്ന് ഇപ്പോൾ പ്രിൻ്റ് ചെയ്ത് വരും. ഇനി ഞാൻ അവിടെ 5 എന്ന് എൻ്റർ ചെയ്തു. എൻ്റർ ദ സെക്കൻഡ് നമ്പർ ഞാൻ 6 എൻ്റർ ചെയ്തു. അപ്പോഴത്തേക്ക് റിസൾട്ട് ഓഫ് അഡീഷൻ ഈസ് 11. അപ്പോൾ 5 + 6 11 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വാല്യൂ. ഇനി ഞാൻ ഇതിനെ ഒരു ഡീബഗ് സെക്ഷൻ വഴി, അതായത് ഞാനൊരു ബ്രേക്ക് പോയിൻ്റ് ഒക്കെ കൊടുത്ത് ഈ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിൽ നിന്ന് താഴോട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പൊസിഷനിൽ ബ്രേക്ക് പോയിൻ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ ലൈൻ നമ്പർ 16, നിങ്ങൾക്ക് അവിടെ ലൈൻ നമ്പറൊക്കെ കാണാം. അതിൻ്റെ അപ്പുറത്തായിട്ട് ഞാൻ അവിടെ ഒരു മാർക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വന്ന് എക്സിക്യൂഷൻ സ്റ്റോപ്പായി നിൽക്കും. അത് നമുക്കിവിടെ നോക്കാം. നമ്മൾ നേരത്തെ പോലെ തന്നെ എൻ്റർ ദ ഫസ്റ്റ് വാല്യൂ എന്നൊക്കെ ഇപ്പം പ്രിൻ്റ് ചെയ്ത് വരും. അപ്പം ഞാൻ അവിടെ എൻ്റെ ആദ്യത്തെ വാല്യൂ കൊടുക്കുകയാണ് 5, രണ്ടാമത്തെ വാല്യൂ ഞാൻ കൊടുക്കുകയാണ് 6. നേരത്തെ വാല്യൂസ് തന്നെ ഞാൻ കൊടുക്കുക ഇവിടെ. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുക്കുമ്പോഴത്തേക്ക് എന്നെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഈ പ്രോഗ്രാമിൻ്റെ നമ്മുടെ ഐ ഡിയിലോട്ട് പോകുന്നത്. ഐ ഡിയിലൊരു യെല്ലോ ലൈൻ അവിടെ വന്നത് കാണാം. ആ യെല്ലോ ലൈനിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടം വരെയാണ് എക്സിക്യൂഷൻ ഇപ്പം നടന്നിരിക്കുന്നത്. ഇപ്പം റിസൾട്ടിൽ ഒരു വാല്യൂ ഇല്ല. കാരണം ആ ലൈൻ എക്സിക്യൂട്ട് ആയിട്ടില്ല. ആ ലൈൻ എക്സിക്യൂട്ട് ആണെങ്കിൽ അത് കഴിയണം. കണ്ടോ, ആ ലൈൻ അവിടെ എക്സിക്യൂട്ട് ആയിട്ടില്ല. നമ്മുടെ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം 2 നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടി മാത്രമേ കൊടുത്തത്. ഇനി നിങ്ങൾക്ക് ഡീബഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റെപ്പ് ഓവർ എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ F10 ഞെക്കിയാലും മതി. അത് ചെയ്യുമ്പോൾ വെച്ചാൽ അടുത്ത ലൈനിലോട്ട് പോകും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഐ റിസൾട്ട് വാല്യൂ 11 എന്നൊക്കെ അവിടെ വന്നത്.
ഇനി അതേപോലെ ഇനി ഒന്നും കൂടെ ഞാൻ അവിടെ പോയി സ്റ്റെപ്പ് ഓവർ കൊടുക്കുകയോ അല്ലെങ്കിൽ F10 ക്ലിക്ക് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലൈനിലോട്ട് പോകും. അപ്പോൾ അടുത്ത ലൈനിലോട്ട് പോകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഈ വാല്യൂസ് പ്രിൻ്റ് ചെയ്തതൊക്കെ എനിക്ക് കാണാൻ പറ്റും. സോ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഇപ്പോൾ പ്രസൻറ്റിലുള്ള വേരിയബിളിലുള്ള വാല്യൂസിനെ നമുക്ക് നോക്കാം. കണ്ടോ, ഇതിപ്പോൾ പ്രിൻ്റ് ചെയ്തു. അങ്ങനെ ഓരോ ലൈൻ ബൈ ലൈനായിട്ട് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡീബഗ് വഴി നമ്മൾ ഇതിനെ ചെക്ക് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. സോ ഞാൻ ഇനി അടുത്ത റിട്ടേൺ സീറോയിലെത്തി. ഞാൻ റിട്ടേൺ സീറോയിൽ നിന്ന് വെറുതെ അടുത്ത സ്റ്റെപ്പ് ഓവർ ചെയ്യുകയാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനി ഞാൻ അതിനെ എക്സിക്യൂഷൻ അടുത്ത സ്റ്റെപ്പ് ഓവർ വഴി അങ്ങ് തീർക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാൻ അത് അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് പ്രോഗ്രാം എക്സിക്യൂട്ടായി. കണ്ടോ, നമ്മൾ നേരത്തെ ഔട്ട്പുട്ട് വന്ന പോലെ ചെയ്തു. അപ്പോൾ ഇതുവഴി എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എൻ്റെ വാല്യൂസൊക്കെ കറക്റ്റാണോ, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ഔട്ട്പുട്ടല്ല വരുന്നതെങ്കിൽ അതെനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഞാനിവിടെ 3 ഓപ്പറേഷൻസോട് ചെയ്യുകയാണ്. നമ്മുടെ സാധാരണ അരിതമെറ്റിക് ഓപ്പറേഷൻസ് ആയ അഡീഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു. ഇനി സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷന് ക്രോസ് അല്ല, സ്റ്റാർ സിമ്പിളാണ്, അല്ല ആസ്ട്രിക് സിമ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ 2 നമ്പർ എൻ്റർ ചെയ്യുക, 10ഉം 2 എന്ന് പറഞ്ഞ്. എന്നിട്ട് ഇതിൻ്റെ എല്ലാ ഓപ്പറേഷൻസും ചെയ്യാൻ പോവാം ഞാൻ. ഇപ്പോൾ ഇവിടെ ആദ്യം അഡീഷൻ നടക്കുന്നു. ഞാൻ ഇതിനെ ഡീബഗ് ചെയ്യായിട്ടിരിക്കുക, കാരണം നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോവാം ഇതിൻ്റെ വാല്യൂസ് മാറുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഐ റിസൾട്ട് ആഡ് വാച്ച് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഞാൻ ചെയ്തു. അതായത് ഞാൻ ഐ റിസൾട്ടിൻ്റെ അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ആഡ് വാച്ച് എന്ന് പറഞ്ഞ താഴെ, അപ്പോൾ ഈ വേരിയബിൾ താഴെ ആഡായി കിടക്കും. കണ്ടോ, ആഡ് വാച്ച് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ കണ്ടോ, ഇവിടെ 10ഉം 2ഉം കൂടെ ആഡായി 12 എന്ന് വന്നു. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഐ റിസൾട്ടിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ അവിടെ താഴെ വന്നത് എനിക്ക് കാണാം. ഇനി അടുത്ത ഞാൻ അതേപോലെ സ്റ്റെപ്പ് ഓവർ ചെയ്ത് അടുത്തടുത്ത സ്റ്റെപ്പുകൾ പോകാം. അപ്പോൾ ഇനി അടുത്ത ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ട്രാക്ഷനാണ്. ഈ സബ്ട്രാക്ഷൻ എങ്ങനെ നടക്കുന്നു അതെല്ലാം നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ സെയിം വേരിയബിളിൽ തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കാം, സബ്ട്രാക്ഷൻ കഴിഞ്ഞപ്പോൾ എന്താ വന്നത്, 10 - 2 വന്നത്. അപ്പോൾ 10 - 2 വന്നപ്പോൾ 8 എന്ന് പറഞ്ഞ വാല്യൂ വന്നു. അതേപോലെ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ നടന്നപ്പോൾ 10 × 2 20. അതൊക്കെ നിങ്ങൾക്ക് താഴത്തെ വാച്ചിൽ കാണാം, ഐ റിസൾട്ടിൽ വന്ന വാല്യൂ. ഇനി അടുത്ത ഡിവിഷൻ വന്നപ്പോഴും ഐ റിസൾട്ടിൽ നിങ്ങൾക്ക് കാണാം ആ വാല്യൂസ് വന്നു. നമ്മൾ ബേസിക് ആയിട്ടുള്ള അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഇതുവഴി മനസ്സിലാക്കി. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്.